നമസ്കാരം. നമ്മളിൽ പലരും ചെറിയൊരു ചുമയും ജലദോഷവും കഫക്കെട്ടും വരുമ്പോൾ തന്നെ ഓടിപ്പോയി ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് വാങ്ങിച്ച് കഴിക്കുന്നവരാണ്. ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ബാക്ടീരിയകൾക്കെതിരെയുള്ള മരുന്നാണെന്ന് മനസ്സിലാക്കുക. ആൻറ്റിബയോട്ടിക് അനാവശ്യമായി കഴിക്കുന്നത് വഴി ബാക്ടീരിയകൾ അതിനോട് ഇമ്മ്യൂൺ ആകുകയും പിന്നീട് അതിൽ നമ്മൾ മരുന്ന് കഴിച്ചാൽ തന്നെ ഇഫക്റ്റീവ്നെസ് വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. പലപ്പോഴും ചെറിയൊരു ജലദോഷം, ചുമ, പനി, ഫ്ലൂ, വൈറൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ തന്നെ ഈ മരുന്നുകൾ അനാവശ്യമായിട്ട് കഴിക്കുന്നത് വഴി ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. ഇത് നമ്മുടെ ഭാവിക്ക് ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടർ നിർദ്ദേശിച്ചത് പ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുക. കൃത്യമായ ഡോസ്, കൃത്യമായ ഇടവേളയിൽ, കൃത്യമായി പറയുന്ന ദിവസത്തേക്ക് കഴിക്കാനായിട്ട് ശ്രമിക്കുക. പണ്ട് തന്ന മരുന്നുകൾ ഇപ്പോഴും ആ സെയിം സിംറ്റംസ് തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് മെഡിക്കൽ ഷോപ്പുകളിൽ പോയി വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. സുഹൃത്തുക്കൾക്ക് ഡോക്ടർമാർ എഴുതി കൊടുത്ത മരുന്നുകളും ഇത് എനിക്കും ഈ സെയിം സിംറ്റംസ് തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ആൻറ്റിബയോട്ടിക്കുകൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത് വഴി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരികയും നമ്മുടെ ഭാവിക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ വരികയും ചെയ്യുന്നു. ഇതിൻ്റെ ദൂഷ്യഫലമായിട്ട് പിന്നീട് ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് പോലും മരുന്നുകൾ ഏൽക്കാതെ വരുന്നു. ആശുപത്രിവാസം കൂടുകയും ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ശരീരത്തിൽ അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരാതിരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മരുന്ന് കഴിക്കുക. അനാവശ്യമായിട്ട് മരുന്നുകൾ ഓവർ ദ കൗണ്ടർ വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. എന്ത് രോഗ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുക.